നമസ്കാരമുണ്ട് എല്ലാ മച്ചാന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് രണ്ട് കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ചാണ്. കിഡിലൻ രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മുടെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂമാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം സാപ്പിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ റിവ്യൂ ചെയ്തതാണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്ന ഹൈഡ്ര എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വിശേഷങ്ങളും അൺബോക്സിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഇതൊന്നും തല്ലിപ്പൊട്ടിച്ച് ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അതിന് വരുന്ന സൗണ്ട് കാര്യങ്ങളൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വീടൊക്കെ കുലുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിവേ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒന്ന് ഓൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ അതിനകത്ത് 3 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് യൂട്യൂബിൻ്റെ പ്രോബ്ലമാണ്, നമ്മുടെ പ്രോബ്ലം അല്ല. എനിവേ, സമയം കളയേണ്ട, നമുക്കിത് പെട്ടി തുറന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബോക്സിലെ കാര്യങ്ങളും ജസ്റ്റ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ പറയാം. നമുക്ക് ബോക്സിന് ഫ്രണ്ടിലായി തന്നെ സാപ്പിൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. IP65 സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ മോഡൽ നമ്പർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോർട്ടബിളും അൾട്രാ സ്ലിമ്മും ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് ചെയ്യുമ്പോൾ നോക്കാം സ്ലിം ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്, സ്നോ പ്രൂഫാണ്. എനിക്ക് തോന്നുന്നു സാപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇങ്ങനെയാണ്. അതായത് നമുക്ക് വെള്ളത്തിലിടാം, ചെളിയിലിടാം, അതുപോലെ തന്നെ ഷോക്ക് അടിക്കില്ല, മഞ്ഞിപ്പോയാലൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ വാട്ടർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. കുറേ ആൾക്കാർ പറഞ്ഞ് ഇനിപോലെ വാട്ടർ ടെസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നീട് നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കുവാണെങ്കിൽ 3.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 12 വാട്ടിൻ്റെ പവറാണ് വരുന്നത്. ഇൻബിൽഡ് മൈക്രോഫോൺ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ്. ഹാൻഡ് ഫ്രീ കോൾ അവൈലബിൾ ആണ്. ഓക്സ് കേബിൾ സപ്പോർട്ട് ചെയ്യും. ഐഫോണിലും ആൻഡ്രോയിഡും വിൻഡോസിലൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. IP റേറ്റഡ് 65 ആണ്. പിന്നീട് നമുക്കിതിൻ്റെ ബാറ്ററി വരുന്നത് 2000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്ലേ ബാക്ക് ടൈം പറയുന്നത് 8 മണിക്കൂർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 150 Hz × 20000 Hz ആണ് വരുന്നത്. അതുപോലെ തന്നെ കളർ ബ്ലാക്ക് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില കാര്യങ്ങളൊന്നും നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, വില കൊടുത്തിരിക്കുന്ന 6000 രൂപയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 2000 രൂപ കണ്ടാന്ന് തോന്നുന്നു. അതിൽ താഴെയാണ് ഓൺലൈനിലെ പ്രൈസ്. എനിക്കൊന്ന് 1500 ആണെന്ന് തോന്നുന്നു. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു പ്രൊഡക്റ്റിലെ വില ഇവിടെ പാക്കേജിൽ കൊടുത്തിരിക്കുന്ന 6000 ആണ്. ഇനി 6000 അല്ല, 2000 താഴെ 1500 കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വാങ്ങാനുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ കോഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. എനിവേ, സമയം കളയുന്നില്ല. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ബാക്കി ഇനി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓക്സ് കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ചാർജ് ചെയ്യുന്നതിനുള്ള കേബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. 12 മാസത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് എന്ത് പറ്റിയാലും അവർ മാറ്റി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാപ്പിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒരു കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ അവരുടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ള യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിവേ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിവേ അതൊന്നും വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പം ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ ഹാങ് ചെയ്യുന്നുള്ളൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വടക്ക് നോക്കി യന്ത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഗിൽ തൂക്കിയിടുവാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്പീക്കറിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഒരു എന്താ പറയുക, നമുക്ക് ഇച്ചിരി എന്താ പറയുക, റഫായിട്ട് യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ഡിസൈനാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു സാപ്പിൻ്റെ എംബ്ലം ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് ഫുള്ള് ഒരു എന്താ പറയുക, ഒരു കരുത്തുറ്റ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇപ്പം നിലത്ത് ചാടിയാലൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുന്നുള്ള ബട്ടൺ എല്ലാം മുകളിലാണ് വരുന്നത്. വോളിയം കൺട്രോൾ ചെയ്യുന്നതിനും നെക്സ്റ്റ് അടിക്കുന്നതിനൊക്കെയുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഓണാക്കുന്നതിന് മുമ്പ് നോക്കാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. അത് ചാർജ് ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ചാർജ് ചെയ്യുന്ന പോർട്ട് വരുന്നത്. അതുപോലെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ടും വരുന്നത്. എനിക്ക് തോന്നുന്നു പക്ക എല്ലാം ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം കയറിയാലും ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഓണാക്കുകയാണ്. നമുക്ക് ഓണാക്കുമ്പോൾ ചെറിയൊരു സൗണ്ടും അതുപോലെ തന്നെ ബ്ലൂ കളർ ലൈറ്റും ഇവിടെ ബ്ലിങ്ക് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അത് കാര്യങ്ങളൊന്നും പറയാനില്ല. വാട്ടർ പ്രൂഫാണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞു. ബാറ്ററിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കഴിഞ്ഞോണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1
അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കണ്ടു കാണും. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. നമുക്ക് വീഡിയോയിൽ എന്തോരം അത് വ്യക്തമാകുമെന്ന് അറിയില്ല. രണ്ടെണ്ണം കൂടി വെച്ചപ്പോൾ നമ്മൾ റൂമൊക്കെ കിടന്ന് നല്ല ഇടിക്കണ അതുപോലത്തെ സംഗതിയാണ്. നല്ല എന്താ പറയുക, ഒരു നല്ല ഹോം തിയേറ്ററിലൊക്കെ പാട്ട് വെച്ചൊരു എഫക്റ്റാണ് ഇതിനകത്ത്. ഞാൻ രണ്ടെണ്ണത്തിലൂടെ പാട്ട് വെച്ചപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാകുമെന്ന് അറിയില്ല. 100% നമുക്ക് കാശ് കൊടുത്ത് അതിനുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. വീട് പൊളിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്കിലും അടിപൊളി സാധനം വെച്ചാൽ അടിപൊളി സാധനമാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഇടി, ആ ഒരു ഇടി നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നുകൂടിയും പാട്ട് കേട്ടുകൊണ്ട് ഈ വീഡിയോ അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ക പ്രൊഡക്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് പറയാം. അപ്പം എനിവേ ഇതൊക്കെ നമുക്ക് ഗീവ് അവേ ചെയ്യാം. ഇപ്പോഴത്തെ ഗീവ് അവേ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗീവ് അവേ ചെയ്യാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വാങ്ങുന്നതിനും അതുപോലെ ഡിസ്കൗണ്ട് കൂപ്പണും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.